ഒരു മീൻ ചന്ത ഓൺലൈനായി എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. വായോ നല്ല അയലയും ചാളയും കൊഴുവൊക്കെ ഉണ്ട് ചേട്ടാ. എല്ലാം നല്ല ഫ്രഷ് പിടിക്കണ മീനാണ്, എടുത്തിട്ട് പോ ചേട്ടാ. ദേ ഇതെടുത്തോ, നല്ല ഫ്രഷ് അയലയാണ്, ഇപ്പൊ പിടിച്ചോണ്ടുവന്ന മീനാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു ലേഡി ഒരു അയല വെക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അല്ലെ? ഈ വീഡിയോയിൽ പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ നമ്മളെന്താ റോഡിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വനിതകൾ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന ആൾക്കാർ ഇരുന്നിട്ട് മീൻ വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ. മലയാളികൾക്ക് പ്രിഫറൻസും അവിടെ നിന്ന് വാങ്ങാൻ തന്നെയാണ്. ഇ കൊമേഴ്സ് വന്നു കഴിഞ്ഞാലും മലയാളികളുടെ പ്രിഫറൻസ് ഇത് തന്നെയാണ്. ഇനി ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഓൺലൈനിൽ കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം AI വെച്ചിട്ട്. അതിൽ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അയല എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയല വാങ്ങാൻ പറ്റും. അതെങ്ങനെയാ? അയല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയല വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആ കസ്റ്റമർക്ക് ഓൺലൈനിൽ, അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് ആണെങ്കിൽ വാട്സ്ആപ്പ്, അവിടെ ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ എക്സ്പീരിയൻസിനെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും. ഇനി ഇപ്പോൾ പ്രൊഡക്റ്റ് ഓൺലൈനിൽ വിൽക്കുന്ന കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നല്ല റീച്ചും എൻഗേജ്മെന്റും പർച്ചേസും വരും. ഇന്ന് ഇ കൊമേഴ്സ് ബ്രാൻഡുകൾക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യുമ്പോൾ റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇറക്കുന്ന തുകയുടെ അത്രയും കൂടെ ചിലപ്പോൾ ടേൺ ഓവർ വന്നൊന്നും വരില്ല. ഇറ്റ് ഈസ് വെരി റിസ്കി. അപ്പൊ ഇനി എല്ലാ ബിസിനസ്സുകാരും ഈ രീതിയിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു.